ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്മീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത് നാടൻ കടച്ചക്ക വറുത്തരച്ച് വെച്ച കറിയാണ്. വളരെ എളുപ്പത്തിലും രുചിയിലും അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് ചേർക്കേണ്ട ചേരുവകൾ എന്തെല്ലാമാണെന്ന് കൂടി നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. വയനാടൻ കടച്ചക്ക വറുത്തരച്ച് വെച്ച കറി വളരെ എളുപ്പത്തിലും രുചിയിലും സ്വാദിഷ്ടമായ രീതിയിൽ പാചകം ചെയ്തെടുക്കാൻ പറ്റിയ ഒരു വിഭവമാണ് കടച്ചക്ക. കടച്ചക്ക കൊണ്ട് പല വിധത്തിലുള്ള പാചകങ്ങൾ നമ്മൾ ചെയ്തെടുക്കാറുണ്ട്. കടച്ചക്ക തോരൻ, കടച്ചക്ക കട്ട്ലൈറ്റ്, കടച്ചക്ക ബജ്ജി, കടച്ചക്ക ഇട്ടുള്ള പലതരത്തിലുള്ള കറികൾ എന്നിങ്ങനെ പോകുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വയനാട്ടിൽ നിന്നും കിട്ടിയ 2 നാടൻ കടച്ചക്കയാണ് ഇത്. ഈ കടച്ചക്ക തൊലിച്ചെത്തി മുറിച്ച് കഷ്ണങ്ങളാക്കി വെള്ളത്തിലിട്ട് കഴുകി അതിൻ്റെ കറ കളഞ്ഞ് എണ്ണ പുരട്ടി കുറച്ച് സമയം വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലക്കൂട്ട് തയ്യാറാക്കാം. ഞാൻ ഇതിനായി മസാലപ്പൊടികളല്ല എടുത്തിരിക്കുന്നത്. പൊടിക്കാത്ത മസാലകളാണ് ചേർക്കാൻ പോകുന്നത്. തേങ്ങ ചുരുണ്ടിയത് 1/2 മുറി, മല്ലി 1 പിടി, വറ്റൽമുളക് 7 എണ്ണം 2ആയി ഒടിച്ചത്, കറിവേപ്പില ആവശ്യത്തിന്, ചെറിയ ഉള്ളി 10 എണ്ണം നീളത്തിൽ അരിഞ്ഞത്, വെളുത്തുള്ളി 5 അല്ലി. ഇവ എല്ലാം കൂടി ഒന്നിച്ച് മസാല വറുക്കുക. അതിനായി ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിക്കാം. ചൂടായാൽ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് വഴറ്റി മാറ്റി വയ്ക്കാം. അതേ ചട്ടിയിൽ കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന കടച്ചക്കയും സവാളയും പച്ചമുളകും കൂടിയിട്ട് വഴറ്റാം. ഇത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ചട്ടി വീണ്ടും അടുപ്പിൽ വെച്ച് എണ്ണ ചൂടായാൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ടിട്ട് നന്നായി വഴറ്റാം. കരിഞ്ഞു പോകാതെ ബ്രൗൺ നിറം ആവുന്നതുവരെ വഴറ്റി എടുക്കുക. മാറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഉള്ളിയും ചേർത്ത് യോജിപ്പിച്ച് അതിലേക്ക് പട്ട 1 കഷ്ണം, ഗ്രാമ്പു 5, ഏലക്ക 5, പെരിഞ്ജീരകം 2 ടീസ്പൂൺ കൂടിയിട്ട് ഇളക്കി അടുപ്പിൽ നിന്നും വാങ്ങി വയ്ക്കുക. തണുത്തതിന് ശേഷം ഈ മസാലക്കൂട്ട് മിക്സിയിലിട്ട് നന്നായി അരച്ച് എടുക്കാവുന്നതാണ്. വഴറ്റി വെച്ചിരിക്കുന്ന കടച്ചക്ക മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് മൂടി വെച്ച് വേവിക്കുക. കടച്ചക്ക പെട്ടെന്ന് വെന്തു കഴിഞ്ഞു. അതിലേക്ക് മസാലക്കൂട്ടിട്ട് യോജിപ്പിക്കാം. മൂടി വെച്ച് നന്നായി തിളപ്പിച്ച് ചാറ് കുറുകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് വറവിടാം. അതിനായി ചട്ടി വയ്ക്കാം. എണ്ണ ഒഴിച്ച് ചൂടായാൽ കടുകിട്ട് പൊട്ടിക്കാം. വറ്റൽമുളകും ചുവന്നുള്ളിയും കറിവേപ്പിലയും എന്നിവ കൂടിയിട്ട് മൂപ്പിച്ച് കറിയിലേക്ക് ചേർക്കാവുന്നതാണ്. അധികം എരിവും എണ്ണയും ഇല്ലാതെ തയ്യാറാക്കിയ വറുത്തരച്ച നാടൻ കടച്ചക്ക കറി തയ്യാറായി കഴിഞ്ഞു. ഈ കടച്ചക്ക എനിക്ക് തന്ന വത്സമ്മ ചേച്ചിക്കും മകനും കുടുംബത്തിനും നന്ദി. തയ്യാറാക്കിയ വറുത്തരച്ച കടച്ചക്ക കറി സെർവിംഗ് ഡിഷിലേക്ക് മാറ്റി ഗാർണിഷ് ചെയ്ത് പ്രസന്റ് ചെയ്യാവുന്നതാണ്. മരത്തിൽ നിന്നും അടർത്തിയെടുത്ത് വിഷാംശം ഒന്നും തന്നെ ഇല്ലാത്ത കടച്ചക്ക വളരെ രുചികരവും സ്വാദിഷ്ടവുമുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളും ട്രൈ ചെയ്യുവേൻ. കമൻറ്റ്സ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും തരിക. പുതിയൊരു വീഡിയോയുമായി തിരിച്ചു വരുന്നത് വരെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ടാറ്റാ, ബൈ ബൈ, സീ യു.